തിരുവനന്തപുരം വർക്കലയിൽ യുവാവിന്റെ പരാക്രമം നിരവധി ആളുകളെ ആക്രമിച്ചു. കടകളും കാറുകളും അടിച്ചു തകർത്തു. മണ്ണന്തല സ്വദേശി അലനെ പോലീസ് പിടികൂടി. അലന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, ആരാണ് ഇയാൾ? എന്താണ് ഇയാളുടെ പ്രശ്നം? വഴി കാണുന്നവരെയൊക്കെ തല്ലുന്നുണ്ടല്ലോ. ശ്രുതി, ഇന്ന് രാവിലെ മുതൽക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇയാൾ തിരുവനന്തപുരം മണ്ണന്തല സ്വദേശിയായ അലൻ 35-കാരനാണ് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇയാൾ രാവിലെ 7 മണിയോടുകൂടി വർക്കലയിലെത്തുന്നു. ആദ്യം ഇയാൾ ആക്രമണം അഴിച്ചുവിടുന്നത് വർക്കല തിരുവമ്പാടിക്കടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. ഹോട്ടലിലെത്തി രാവിലെ ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. 3 ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു. വന്ന പുറകെ തന്നെ എന്തിനാണ് ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ ഇയാൾ ആക്രമിക്കുകയാണ് ചെയ്തത്. പിന്നാലെ തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് ഇയാൾ ഈ ഹോട്ടലിന്റെ ചില്ലുകളൊക്കെ തകർക്കുകയും പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്ന പുറത്തുണ്ടായിരുന്ന കാറിന്റെ ചില്ലുകൾ തകർക്കുകയും ചെയ്തു. അവിടെ നിന്ന് നേരെ പോയ വഴി തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയുടെ അടുത്തെത്തിയപ്പോൾ ആ വഴി നടന്നു പോയിരുന്ന ഒരു അമ്മയും മകനെയും ആക്രമിച്ചു എന്നുള്ള ഒരു വിവരവും പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ അവരുടെ പേര് വിവരവും മറ്റും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനുശേഷം ഇയാൾ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വന്നു. അവിടെ കരിക്ക് കച്ചവടം നടത്തിയിരുന്ന ബഷീർ എന്ന പേരുള്ള ഒരാൾ, ഏതാണ്ട് 90 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ബഷീറിനെ ആക്രമിച്ചു. അവിടെ നിന്ന് നേരെ വാഹനവുമായി ഇയാൾ വന്നത് പുത്തൻചന്ത ഭാഗത്തേക്കാണ്. അവിടെ കൊച്ചുമക്കളെ സ്കൂളിലേക്ക് വാഹനം കയറ്റിവിടാൻ നിന്ന 70-കാരനായ രാജൻ, അദ്ദേഹം ക്യാൻസർ രോഗിയാണ്. അദ്ദേഹത്തെയും ഇയാൾ സാരമായി കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ രാജനും അതുപോലെ തന്നെ ബഷീറും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഇയാൾ പുത്തൻചന്തയിൽ മറ്റൊരു യുവാവിനോട് സ്നേഹത്തോടെ വിളിച്ചു വരുത്തി സംസാരിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നതിനിടെയാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഈ അലനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ നിരവധി ആളുകളെ ആക്രമിക്കാൻ കാരണമായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല. അയാൾ മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇയാൾ എത്തിയത് ഒരു ഇലക്ട്രിക് വാഹനത്തിലാണ്, ഓട്ടോമാറ്റിക് വാഹനത്തിലാണ്. എന്തായാലും ആ വാഹനവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു കാരണവും ഇല്ലാതെയാണ് ഇത്രയും ആളുകളെ ഇയാൾ വളരെ ക്രൂരമായി ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രുതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന് പിന്നിലെ കാരണം ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതിയെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വർക്കലയിലാണ് യുവാവിന്റെ പരാക്രമം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകളെയാണ് ഇയാൾ ആക്രമിച്ചത്. വഴിയിൽ കണ്ടവരെല്ലാം ആക്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.